ഇത് നമുക്ക് ഒരു അടിപൊളി മട്ടൻ ബിരിയാണി ഉണ്ടാക്കാം. മട്ടൻ കഴിക്കാത്തവർ പോലും മട്ടൻ ബിരിയാണി തായോ എന്ന് പറഞ്ഞ് കഴിക്കും. അത്ര ടേസ്റ്റിലുള്ള ഒരു അടിപൊളി മട്ടൻ ബിരിയാണി ആയിട്ടത്. അപ്പോൾ മട്ടൻ്റെ സ്മെല്ല് പോകാനായിട്ട് മട്ടൻ നല്ലപോലെ വിനീഗറൊക്കെ ഒഴിച്ച് നല്ലപോലെ കഴുകിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ചെറുനാരങ്ങയുടെ ഇതുപോലെ ഒരു പീസും ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം ലെമൺ ജ്യൂസൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. മട്ടൻ്റെ വേവ് എന്ന് പറയുന്നത് എല്ലുമന്തി മട്ടനൊന്ന് വിട്ട് കിട്ടണം കേട്ടോ, അതാണ് വേവ്. ഇവിടെ ഞാനൊരു 4 വിസിൽ അടിച്ചതിനും മട്ടൻ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കാഷ്യൂസും കിസ്മിസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഓയിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്യൂസും കിസ്മിസൊക്കെ ഒന്ന് കോരിയെടുക്കുക. ഇനി ഇതിലേക്ക് ഓണിയൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ഈ ഓയിലിൽ തന്നെയാണ് ഞാൻ മസാല റെഡിയാക്കുന്നത്. വേറെ എക്സ്ട്രാ ഓയിലൊന്നും ഞാനിതിലേക്ക് ആഡാക്കണില്ല. കാരണം മട്ടൻ ആയതുകൊണ്ട് മട്ടനിൽ അത്യാവശ്യം നെയ്യുള്ളതാണല്ലോ, നമുക്ക് ഒരുപാട് ഓയിലിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുക. കരയാമ്പൂവും ഏലക്കായും കറുകപ്പട്ട ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് നല്ലപോലെ ചൂടാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 സവാള ചെറിയ പീസാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. വലിയ സവാളയാട്ടോ ഞാൻ പറഞ്ഞത് 3 എണ്ണം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നല്ലതുപോലെ പേസ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി ഒരു ഉണ്ടയും ചെറിയ പീസ് ഇഞ്ചിയും എരിവിന് ആവശ്യമായ പച്ചമുളകും. ഇതിലേക്ക് 2 തക്കാളി ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. തക്കാളിനെ നല്ലതുപോലെ തന്നെ വേവിച്ചെടുക്കുക കേട്ടോ. വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുരുമുളകിൻ്റെ പൊടി, മസാലപ്പൊടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി മട്ടൻ വേവിക്കുമ്പോൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്തതാണ്. അപ്പോൾ പുളിക്കനുസരിച്ചിട്ട് വേണം തൈര് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലും ആഡ് ചെയ്ത് കൊടുക്കണം. മല്ലിയില കൂടുതലും പുതിനയുടെ ഇല കുറവുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച മട്ടൻ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നേരത്തെ മട്ടൻ വേവിക്കുമ്പോൾ ഉപ്പ് ആഡ് ചെയ്തതാണ് കേട്ടോ. എന്നാലും ഞാൻ നോക്കിയപ്പോൾ മസാലയിൽ അല്പം കുറവുണ്ട്, അതാണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ നേരത്തെ മട്ടൻ വേവിക്കാൻ വെച്ചപ്പോൾ അതിൽ ഗ്രേവി ഉണ്ടായിരുന്നു, ആ ഗ്രേവിയാണിത്. മട്ടൻ ഇപ്പോൾ നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം ഗ്രേവി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയൻ ഉണ്ടല്ലോ, ആ ഓണിയനിൽ നിന്ന് ഒരല്പം ഇട്ട് കൊടുക്കാം. ഇനി മസാലേനെ ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ മസാല ഞാൻ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മട്ടൻ മസാല അടിപൊളിയായിട്ടുണ്ട്. നല്ല സ്മെല്ലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കേട്ടോ. ഇതിന് മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ വെച്ചത്. ഇത് വറ്റിച്ചെടുത്തതാണ് കേട്ടോ. ലോങ് റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അരിയൊക്കെ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. ഇനി നമ്മുടെ ബിരിയാണീനെ ഒന്ന് മഞ്ചത്തിയാക്കണ്ടേ. മഞ്ചത്തിയാക്കാനൊരല്പം ഫ്രൈ ചെയ്ത സവാളയും കാഷ്യൂസും അതുപോലെ മല്ലിയിലും പുതിനയിലൊക്കെ ഇട്ട് കൊടുക്കുക. നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ നെയ്യ് അധികം ഒഴിച്ചിട്ടില്ല, കാരണം മട്ടനിൽ ഓൾറെഡി നെയ്യുണ്ട്, അതുകൊണ്ട് ഇനി നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല. പിന്നെ ഞാനിവിടെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കോക്കനട്ട് പൗഡർ ഉണ്ട്, അതും കൂടി മിക്സ് ചെയ്തിട്ട് ഒരല്പം വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാനായിട്ട് ഞാനിവിടെ ഒരു യൂസ് ആക്കാത്തൊരു പാത്രമുണ്ട്. ആ പാത്രം അടിയിൽ വെച്ചിട്ട് മുകളിൽ ഇതുപോലെ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തതാണ് ബിരിയാണീനെ. എന്നിട്ട് ഇതുപോലെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.